ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര സ്പെഷ്യലായിട്ട് നല്ല പ്രൊഡക്റ്റീവായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു വീക്കെൻഡാണ്. രാവിലെ തന്നെ പോയത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. ഇത്ര നാളെ ഇവിടെ വന്നിട്ടും ഞാൻ ഇതുവരെ കാണാത്ത ഒരു പ്ലേസ് എന്ന് പറയുന്നത് സെൻട്രൽ മാർക്കറ്റാണ് കേട്ടോ. എനിക്കറിയാം, പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അതൊരു സില്ലിയായിട്ട് തോന്നും, പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ലോക്കൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നല്ല ഏർലി മോർണിംഗ് തന്നെ പോകണം. പക്ഷെ ഏർലി മോർണിംഗ് എഴുന്നേക്കാനുള്ള മടി കൊണ്ടും എല്ലാ പ്രാവശ്യം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് അടുത്ത വീക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ മാറ്റി വെക്കുന്നതുകൊണ്ടും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ എൻ്റെ ഒരു ലീഡർഷിപ്പ് എന്നൊക്കെ പറയാം, ഞാൻ തന്നെ മുൻകൈയൊക്കെ എടുത്ത് ഈ പ്രാവശ്യം പോകണമെന്നൊക്കെ നിർബന്ധം പറഞ്ഞ് അങ്ങനെ ഒരു 10 ആയിട്ടുണ്ടായിട്ടോ മാർക്കറ്റിൽ പോയിട്ട്. സോ ഈ പ്രാവശ്യത്തെ ഗ്രോസറി നമുക്ക് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ബഹ്റൈനിലുള്ളവരാണെങ്കിൽ, ഇതുവരെ സെൻട്രൽ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി വൺ ടൈമെങ്കിലും ഒന്ന് പോയി നോക്കാം. എനിക്ക് ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ ഉള്ള ഒരു ഫീലിംഗ് കിട്ടി. ഇവിടെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിലും മാളുകളിലൊക്കെ പോയാണ് ഗ്രോസറി വാങ്ങിക്കാറ്. മോസ്റ്റ്ലി കൂടുതൽ ഫാമിലീസ് അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അൽ റിഫ് ഫനീഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലാണ്. നിങ്ങൾ ബഹ്റൈനിലുള്ള കുറെ പേർക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കും ഇത്. നല്ല ക്വാളിറ്റി ഓഫ് ഫുഡാണ് അവർ സെർവ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന നമ്മളെ കേരള സ്റ്റൈൽ ഫുഡ്സ്, അതുപോലെ കോണ്ടിനെന്റൽ എല്ലാം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാനവിടെ കഴിക്കാൻ പോയത് നോർമൽ നോൺ വെജ് മീൽസ് ആണ് കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയത് കടൽക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷാണ്. എന്താ പറയാ, നല്ല അടിപൊളി ഫുഡായിരുന്നു. കുറെ കാലമായിട്ട് കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറച്ചൊരു ലാസ്റ്റ് മന്താന്ന് തോന്നുന്നു ഈ ഒരു സെയിം റെസ്റ്റോറൻറ്റിൽ നിന്ന് നോർമൽ മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നോൺ വെജ് മീൽസ് ആയിരുന്നു കേട്ടോ. അതും എനിക്ക് പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ക്വാളിറ്റി ഓഫ് ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോയാൽ മതി കേട്ടോ. अब ना है घर आएगा दूर ओ नादाम परंदे घर आजा घर आजा घर आजा घर आजा. അപ്പോൾ അതിപ്പോൾ പോയിട്ട് വന്നുള്ളൂ. ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കേട്ടോ. ഫസ്റ്റ് മാർക്കറ്റിൽ പോയി, പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി, പിന്നെ ഞാൻ കുറേ ദിവസമായിരുന്നു ഒരു ഫേഷ്യൽ ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്കങ്ങനെ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനുള്ള സമയം ഒരു തൃപ്തിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഇന്ന് അതുപാട് ചെയ്തു തീർത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അറൗണ്ട് ഒരു 3:30 ആവാറായിട്ടോ. ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത്ര പണികളൊന്നും ഇല്ല ഇനി. പക്ഷേ നോർമലി ഞാൻ ഫ്രൈഡേസിൽ കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കുക്ക് ചെയ്തില്ല. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേ ബില്ലുനോട് പറഞ്ഞായിരുന്നു ഇന്ന് ഞാൻ കുക്ക് ചെയ്യില്ല. കാരണം ചിലപ്പോൾ ഞാൻ ഇന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫുൾ ഡേ കുക്കിംഗ് ക്ലീനിങ് അങ്ങനെയൊക്കെ ആയിട്ട് പോകും. ഓൾറെഡി ഞാൻ ഇന്നലെ തലേന്ന് തന്നെ രാത്രി വീടൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പണികളൊന്നും വേറെ ഉണ്ടായിരുന്നില്ല. സോ അതാണ് ഇന്ന് പുറത്ത് പോകാൻ മെയിനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ വേറെ ഡിഷസ് ഒന്നും പിന്നെ വാഷ് ചെയ്യാനൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ഇത്ര നേരം ഈ ഒരു ദിവസം അടിപൊളിയായിട്ട് പോയിട്ടോ. ഇനി ബാക്കി വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്നുണ്ട്. പക്ഷെ അതിന് പോയി വാങ്ങിച്ചിട്ടുള്ള ഗ്രോസറീസ് ഒക്കെ ഫ്രിഡ്ജിലേക്ക് ഒന്ന് റീസ്റ്റോക്ക് ചെയ്ത് കയറ്റി വയ്ക്കാനുണ്ട്.
ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല, പക്ഷേ എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഒരു 1 വീക്കിലേക്കുള്ള ഗ്രോസറി അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. കുറച്ച് മിന്റ് ലീവ്സ്, ചീരയുടെ ഇല, കറിവേപ്പില, പിന്നെ നമ്മളുടെ ബനാന, പിന്നെ എന്താ ഓറഞ്ച്, ആപ്പിൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഈ ബനാനയൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ എനിക്ക് പെട്ടെന്നൊരു 3 days ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജിലാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വാടിപ്പോകാറുണ്ട്. അപ്പം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ് ഇതിൻ്റെ ഒരു തണ്ട് ഭാഗത്ത് ഒരു കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടിയിട്ട് നോക്കാം. അപ്പം ഞാൻ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ വർക്കൗട്ട് ആയിട്ടോ. കാരണം ചീത്തയായിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇതിൽ കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടേക്കൊക്കെ ഭയങ്കര ബ്ലാക്ക് കളറാവും, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്തത് ചുമ്മാ ഒരു കവർ എടുത്തിട്ട് ഇതിൻ്റെ തണ്ടൊന്ന് കെട്ടി നോക്കിയതാണ് കേട്ടോ. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വർക്കൗട്ട് ആയി, ഈ പ്രാവശ്യം ആവുന്നറിയില്ല. സോ ഞാൻ ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കെട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് കീപ്പ് ചെയ്ത് വെക്കും. വാങ്ങിച്ചിട്ടുള്ളത് ബ്ലൂബെറീസ് ആണ് കേട്ടോ. ബ്ലൂബെറീസ് നമ്മൾ എവിടെ പോയാലും അത്യാവശ്യം റേറ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ പോയ റേറ്റ് കുറച്ച് കിട്ടുന്നുള്ള ഒരു ഇതൊന്നുമില്ല, എല്ലായിടത്തും ഓൾമോസ്റ്റ് സെയിം റേറ്റ് ആണ്. നല്ലൊരു സ്ലീപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഒരു പുതിയതായിട്ടൊരു മൂവി വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളായി നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഇപ്പോൾ ടൈം കിട്ടാറില്ല. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മളെ പഴയ ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിനെ പറ്റിയും കെയർ ചെയ്യാതെ ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ലാതെ ജീവിക്കുന്ന ആ ഒരു ഏജ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. പിന്നെ ഞങ്ങൾ പോയത് സിറ്റി സെന്ററിലേക്കാണ്. 1-2 കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നൈറ്റ് നമ്മൾക്ക് സിറ്റി സെന്ററിൽ പോകണമെന്ന്. ആൻഡ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിന്റെ കുറച്ചടുത്താണ് സിറ്റി സെന്റർ. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ മോസ്റ്റ്ലി നമ്മളിവിടെ തന്നെയാണ് പോകുന്നത്. നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, സിറ്റി സെന്ററും താനോമോളും ഭയങ്കര അടുത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ദൂരേക്കൊന്നും പോകാറില്ല, എല്ലാം അടുത്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ അവിടേക്ക് തന്നെയാണ് പോവാറ്. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബില്ലുൻ്റെ സിമ്മിൻ്റെ ഷോപ്പിലൊന്ന് പോകാനുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫാർമസിയിൽ കയറി.
കുറച്ച് ദിവസമായിട്ട് എൻ്റെ മോയ്സ്ചറൈസർ കഴിഞ്ഞിരിക്കുമായിരുന്നു. സോ എൻ്റെ ഫേസ് നന്നായിട്ട് ഇച്ചിങ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ട് ഞാൻ ഒരു മോയ്സ്ചറൈസറും അതുപോലെ ക്ലെൻസറും വാങ്ങിച്ചു. കുറച്ച് വലിയ ബോട്ടിൽ തന്നെ വാങ്ങിച്ചു ഈ പ്രാവശ്യം, കാരണം നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നതാണ്. സോ ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സെറാവിയുടെ ആണ് കേട്ടോ. സോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു അൺപാക്കിംഗ് പ്ലസ് റിവ്യൂ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ദെൻ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഒരു അറബിക് റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. ദെൻ നമ്മൾ പോകുന്ന വഴിക്ക് പ്ലാൻ മാറ്റി. ആൻഡ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഞാൻ എന്തായാലും ഈ വീക്കിൽ തന്നെ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് മോർണിംഗ് ആൻഡ് നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഫാർമസിയിൽ നിന്ന് അവിടുത്തെ ഒരു ലേഡി തന്നിട്ടുള്ള ഒരു ചെറിയൊരു ഫ്രീ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. സോ ഇത് വന്നിട്ട് ഒരു സിറായിരുന്നു കേട്ടോ. അത് നൈറ്റ് ടൈം യൂസ് ചെയ്യുന്ന ഒരു സിറാണ്. പക്ഷെ ഞാൻ എന്തായാലും അത് ഞാൻ ഇപ്പം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന വൈറ്റമിൻ സി ഡെമക്കോന്റെ സിറാണ് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ സെറാവിയുടെ മോയ്സ്ചറൈസറും ക്ലെൻസറാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന്. ഞാൻ എൻ്റെ കുറേ മന്ത്സ് ആയിട്ട് സെറാവിൻ്റെ എൻ്റെ മോയ്സ്ചറൈസറും സെറാവിൻ്റെ തന്നെ ക്ലെൻസറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനൊരു മോയ്സ്ചറൈസറും സെറാവിൻ്റെ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഫോർ എക്സ്ട്രീം ഡ്രൈ സ്കിൻ. ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ സ്കിൻ ഒരു നോർമൽ സ്കിൻ ടൈപ്പ് ആണെന്ന്. എനിക്ക് മനസ്സിലായി അതൊരു ഡ്രൈ സ്കിൻ ടൈപ്പ് ആണെന്ന്. ആൻഡ് സംഭവം എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണെന്ന്. സോ ഞാൻ എക്സ്ട്രീം ഡ്രൈ സ്കിന്നിനുള്ള മോയ്സ്ചറൈസറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഒരു ജെന്യുവൻ റിവ്യൂ എന്തായാലും ഈ വീക്കിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. സോ എൻ്റെ ഒരു സ്കിൻ കെയർ പാർട്ടോടെ കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ലോങ് ഡേ ഇവിടെ എൻഡ് ആവുകയാണ് കേട്ടോ. ആൻഡ് നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഫ് യു ആർ ന്യൂ ഇയർ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. until then, take care and bye bye.